യേശുവേ ആരാധന, 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 ആരാധന. ഒരു നിമിഷം നമുക്ക് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവൻ്റെ അരുവിയൊഴുകും എന്ന് വാഗ്ദാനം ചെയ്ത യേശു നമ്മുടെ മധ്യത്തിലായിരിക്കാം. അവനിൽ വിശ്വസിക്കുന്ന നമ്മൾ എത്രമാത്രം നമ്മളെ പൂർണ്ണമായും അവന് കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്കൊന്നേ നിമിഷം വരാം. നമ്മൾ എത്രമാത്രം നമ്മളെ തന്നെ അവനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ 3 വർഷം കൂടെ നടന്നിട്ടും തങ്ങളെ തന്നെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് അവർ പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട്. നിരവധിയായ അവർണ്ണനീയങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യനാണ് പത്രോസ്. ഈശോ പത്രോസിനെ ഒരു പ്രത്യേകമായിട്ടുള്ള അവസ്ഥയിലൂടെ അവനെ വഴി നടത്തുന്നതും പതിയെ പതിയെ തൻ്റെ അജഗണത്തെ തന്നോട് ചേർത്ത് വയ്ക്കാനായി, തൻ്റെ അജഗണത്തെ നയിക്കാനായി അവനെ സ്വർഗത്തിൻ്റെ താക്കോലുകൾ ഏൽപ്പിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ എപ്പോഴൊക്കെ പത്രോസ് വീണു പോയിട്ടുണ്ടോ, എപ്പോഴൊക്കെ പത്രോസ് തൻ്റെ ദൗത്യം മറന്നു പോയിട്ടുണ്ടോ, അപ്പോഴെല്ലാം അവൻ കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തിലേക്ക് അടുത്തു എന്നുള്ളതാണ്. 2 പ്രത്യക്ഷീകരണ അനുഭവങ്ങളിലൂടെ കടന്നുപോയ പത്രോസ് അവൻ്റെ വിശ്വാസത്തിൽ അങ്ങേയറ്റം ആഴപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ദൈവത്തെ, വചനമാകുന്ന ദൈവത്തെ, ജീവനുള്ള വചനത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രഘോഷിക്കാനായിട്ട് ഏറെ ബാധ്യസ്ഥനായിരുന്നു പത്രോസ്. എന്നാൽ നമ്മൾ കാണുക, അതെല്ലാം മറന്നുകൊണ്ട് പത്രോസ് പഴയ വള്ളവും വലയും തേടി പോകുന്നത്, കൂടെ ഉണ്ടായിരുന്നവരെ കൂടി കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ യേശുവിനെ മറന്ന, യേശു വചനത്തിൽ നിന്നകന്ന, തങ്ങളുടെ അപ്പസ്തോല ദൗത്യം മറന്നുപോയ ശിഷ്യന്മാർക്ക് അത് ഒരു രാത്രിയായിരുന്നു, തീർത്തും ഒരു രാത്രിയായിരുന്നു. ഒന്നും കിട്ടാതെ വന്ന രാത്രി, അധ്വാനവും കഷ്ടപ്പാടും മാത്രം ബാക്കി വന്ന രാത്രി, തളർന്ന ശരീരവും നിരാശ നിറഞ്ഞ മനസ്സുമായി നിന്ന അവരുടെ മുൻപിൽ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ നമ്മൾ വായിക്കുക, ഉഷസ്സിൻ്റെ നാഥൻ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്. ഉഷസ്സിൻ്റെ നാഥൻ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രിയം നിറഞ്ഞവരെ, ഓർക്കുക, എവിടെ മനുഷ്യൻ്റെ വഴികൾ അവസാനിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ വഴികൾ ആരംഭിക്കുന്നു. എവിടെ മനുഷ്യൻ്റെ വഴികൾ അവസാനിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ വഴികൾ ആരംഭിക്കുകയാണ്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ എത്രമാത്രം നമ്മളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ദൈവം തന്ന ദാനമാണ് ഈ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് നൽകിയിട്ടുള്ള കുടുംബം, എൻ്റെ മക്കൾ, എനിക്ക് നല്ല ജോലി, എൻ്റെ ജീവിത ചുറ്റുപാടുകൾ, സാമ്പത്തികമായിട്ടുള്ള എൻ്റെ ഭദ്രത, ഇതെല്ലാം ദൈവം തന്നതാണെന്ന് നമ്മൾ പറയുമ്പോൾ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കുക, എത്രമാത്രം നമ്മൾ ദൈവത്തിന് തിരിച്ചു നൽകിയിട്ടുണ്ട്. അതോ എൻ്റെ ആഗ്രഹങ്ങൾക്ക്, എൻ്റെ അഭിലാഷങ്ങൾക്ക്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഗോളുകൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ ഞാൻ ജീവിക്കുന്നത്? സുവിശേഷത്തിലെല്ലാം നമ്മൾ കാണുക, എവിടെ പൂർണ്ണമായും ദൈവത്തിന് അർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയാണ് ദൈവം പ്രസാദിച്ചിട്ടുള്ളത്. എവിടെയാണ് പൂർണ്ണമായും അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ദൈവത്തിനായി ദൈവത്തിൻ്റെ മുൻപിൽ കാഴ്ചവെക്കപ്പെട്ടിട്ടുള്ളത്, അവിടെയാണ് ദൈവം കൃപ നിറച്ചിട്ടുള്ളത്.
അതല്ലേ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയോട് ഒരു പക്ഷേ എന്താണ് ദൂതൻ വന്ന് പറഞ്ഞിട്ടുണ്ടാകുക? മറിയമേ, സ്വർഗത്തിൻ്റെ പദ്ധതി നിനക്ക് മുമ്പിൽ വയ്ക്കുക. സ്വർഗത്തിൻ്റെ പദ്ധതി നിനക്ക് മുമ്പിൽ വയ്ക്കുന്നു. യെസ്സോ നോയോ പറയേണ്ടത് നീയാണ്. നമ്മൾ വായിക്കുക, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുകൾ എന്നിൽ നിറവേറട്ടെ. ഫിയാത്ത്. അത് വെറുതെ മറിയം പറയുകയല്ല, മറിച്ച് അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ പ്രതീക്ഷകൾ, ജീവിതത്തെക്കുറിച്ചുള്ള അവളുടെ കണക്ക് കൂട്ടലുകളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതി സ്വീകരിച്ചുകൊണ്ടാണ് അവൾ പറയുക, ഇതാ കർത്താവിൻ്റെ ദാസി. നമ്മൾ എത്രമാത്രം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചിട്ടുണ്ട്? ഇനിയും എൻ്റെ ജീവിതത്തിൽ വിട്ടുകൊടുക്കാനാകാത്ത നിമിഷങ്ങളെ, എൻ്റെ പിടിവാശികളെ, എൻ്റെ ബലഹീനതകളെ, ഇതൊക്കെ പൂർണ്ണമായും കർത്താവിൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായും കർത്താവിൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയോട് തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവനെയും നീ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ സന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പാടാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന, എന്നുമെന്നും അങ്ങേക്ക് ആരാധന.